അഗ്രികൾച്ചർ ലാൻഡ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം. എല്ലാ അഗ്രികൾച്ചർ ലാൻഡിനും ഇൻകം ടാക്സ് എക്സംഷൻ ഇല്ല. 10,000-നേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള മുനിസിപ്പൽ ഏരിയയ്ക്കുള്ളിലുള്ള അഗ്രികൾച്ചർ ലാൻഡിനെയാണ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് കണക്കാക്കുക. ഇത് കൂടാതെ ഈ പറഞ്ഞ മുനിസിപ്പൽ ഏരിയയ്ക്ക് 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ, 8 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള അഗ്രികൾച്ചർ ലാൻഡും അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ടാണ് കണക്കാക്കുക. ഇനി ഇൻകം ടാക്സിൽ ഈ എക്സംഷൻ എവിടെയാണ് പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. 1961 ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ പുതിയ ഇൻകം ടാക്സ് ആക്ടിലെ കറസ്പോണ്ടിങ് സെക്ഷൻ വരുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ഈ ക്യാപിറ്റൽ അസറ്റിൽ അഗ്രികൾച്ചറൽ ലാൻഡിനെ, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡിനെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അപ്പൊ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തതുകൊണ്ട് ഇൻകം ടാക്സിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കില്ല. അവിടെയാണ് ഇൻകം ടാക്സിൽ എക്സംഷൻ പറയുന്നത്. എക്സംഷൻ അല്ല, അത് ടാക്സബിലിറ്റി പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തതുകൊണ്ട് അത് ടാക്സബിൾ അല്ല. നിങ്ങൾ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ വല്ല എക്സംഷനും പറയുന്നുണ്ട്. ഇൻകം ടാക്സിൽ എക്സംഷൻ ഉണ്ട്. അത് പുതിയ ഇൻകം ടാക്സ് ആക്ടിലും പഴയ ഇൻകം ടാക്സ് ആക്ടിലും ഉണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.